നമ്മളെ കാത്തിരിപ്പിനൊടുവിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്നിരിക്കുകയാണ്. ഇന്ന് മുതൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിർബന്ധമായും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണുക. അതായത് ഒരു അലോട്ട്മെൻറ്റിലും സീറ്റ് കിട്ടാത്ത ആളുകളാണെങ്കിൽ നിർബന്ധമായും ഈ വീഡിയോ കാണണം. നിങ്ങളുടെ ഫ്രണ്ട്സുകളുണ്ട്, അവർക്ക് വേഗം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ അലോട്ട്മെൻറ്റ് എന്താണ്? നമ്മൾ ജൂലൈ 2 രാവിലെ 10 മണി മുതൽ ജൂലൈ 4 വൈകിട്ട് 5 മണി വരെ ഓൺലൈനായിട്ട് ചെയ്യാം. സമയമുണ്ട്, തിരക്ക് കൂട്ടി അലമ്പുണ്ടാക്കരുത്. ഇതാണ് ഞാൻ ആദ്യം പറയുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിർബന്ധമായ കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, മുഖ്യ അലോട്ട്മെന്റ് അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാത്തവർ സപ്ലി അലോട്ട്മെന്റിന് പരിഗണിക്കുന്നതിനായി കാൻഡിഡേറ്റ് ലോഗിൻ റിന്യൂ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിലൂടെ പ്രസിദ്ധീകരിക്കപ്പെടുന്ന വേക്കൻസിക്ക് അനുസൃതമായ ഓപ്ഷനുകൾ നൽകി അപേക്ഷ അന്തിമമായി സമർപ്പിക്കുക. അതായത് നിങ്ങൾ ഓൾറെഡി അലോട്ട്മെന്റ് പ്രോസസ്സിലൊക്കെ രജിസ്റ്റർ ചെയ്ത ആളുകളാണ്. ഒന്നാമത്തെ അലോട്ട്മെന്റ് കിട്ടിയില്ല, 2 കിട്ടിയില്ല, 3 കിട്ടിയില്ല, നിങ്ങൾ ആകെ വിഷമിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ സപ്ലിമെന്റ് അലോട്ട്മെന്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മൾ സൈറ്റിൽ കയറുക. സൈറ്റിൽ കയറി ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യേണ്ട? നിങ്ങൾ ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയൊന്നും വേണ്ട, നേരെ കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തല്ല, ക്രിയേറ്റ് ന്യൂ കാൻഡിഡേറ്റ് ലോഗിൻ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ യൂസർ നെയിം, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ റിന്യൂ ആപ്ലിക്കേഷൻ എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങളുടെ ബാക്കി പ്രൊസീജിയർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ, നിങ്ങൾ അക്ഷയയിൽ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ അവിടെ നിന്ന് ചെയ്യുകയാണെങ്കിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യത്തിൽ നമ്മൾ കടക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്തത്, ഇനി ഇതുവരെയും അപേക്ഷ നൽകാൻ കഴിയാത്തവർ വെബ്സൈറ്റിൽ പ്രവേശനത്തിന് തുടർ പ്രവർത്തനങ്ങൾക്കായി കാൻഡിഡേറ്റ് ലോഗിങ്ങും ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിങ് എന്ന ലിങ്കിലൂടെ രൂപീകരിക്കണം. അതായത് ഇതുവരെ അലോട്ട്മെന്റ് കൊടുക്കാൻ സാധിച്ചില്ല, പല കാരണങ്ങൾ കൊണ്ട് അലോട്ട്മെന്റ് കൊടുക്കാൻ സാധിച്ചില്ല. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അതുപോലെ തന്നെ എന്താണ്, തുടർന്ന് കാൻഡിഡേറ്റ് ലോഗിൽ അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിലൂടെ പ്രസിദ്ധീകരിക്കുന്ന വേക്കൻസിക്ക് ഓപ്ഷനുകളും നൽകി അപേക്ഷ അന്തിമമായി സമർപ്പിക്കാം. അതായത് നേരെ ഇവിടെ കയറുന്നു, ഇവിടെ ക്രിയേറ്റ് കാൻഡിഡേറ്റ്, അതായത് ഇതുവരെ ഒന്നും ചെയ്യാം, ഇതുവരെ +1 അലോട്ട്മെന്റ് കൊടുക്കാൻ കഴിയാത്തവരാണ് എന്ത് ചെയ്യേണ്ടത്? ഇത് ചെയ്യേണ്ടത്. റെഡി? ഓക്കെ, ഇനി നമ്മൾ മുൻ പറഞ്ഞ പോലെ നമ്മുടെ എന്താണ് ആപ്ലിക്കേഷൻ പ്രോസസ് ഒക്കെ ഫസ്റ്റ് അലോട്ട്മെന്റ് ഒക്കെ എഡിറ്റ് നൽകി ഫൈനൽ സബ്മിഷൻ കൊടുക്കാൻ കഴിയാതെ പുറത്തായ ചില ആളുകളുണ്ട് അല്ലേ? അവരും ചെയ്യേണ്ടത് എന്ത് തന്നെയാണ്? അവരും ഈ കാൻഡിഡേറ്റ് ലോഗിൻ കൂടെ, അതായത് നിങ്ങൾ ഇതുവരെ ഈ നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ കൊടുത്താൽ മതി. ഇതുവരെ ചെയ്യാത്ത ആളുകളാണ് എന്ത് ചെയ്യേണ്ടത്? ക്രിയേറ്റ് ന്യൂ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. അതായത് എന്താണ്, തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി, അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, അതിലൂടെ ചെയ്താൽ മതി. ഇനി സപ്ലിമെന്റ് അലോട്ട്മെന്റിലെ വേക്കൻസികൾ 2024 ജൂലൈ 2 രാവിലെ 9 മണിക്ക് നമ്മുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഇനി അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഏതൊക്കെ സ്കൂളിലാണ് വേക്കൻസി ഉള്ളത്, ഇവിടെ നിങ്ങൾ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെയും തെറ്റിച്ച പണി പാടും. റെഡി? അതായത് നേരെ നമ്മൾ നോക്കുന്നു, സ്കൂൾ വേക്കൻസീസ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ട്. സ്കൂൾ വേക്കൻസി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെബ്സൈറ്റ് ഹാങ് ആണെന്ന് വിചാരിക്കേണ്ട. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജില്ല അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് ജില്ല? ഇപ്പോൾ ഞാനിവിടെ കോഴിക്കോടാണ് സെലക്ട് ചെയ്ത്. കുറച്ച് സമയം എടുക്കും ഇങ്ങനെ കറങ്ങി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വെബ്സൈറ്റ് ഹാങ് ആവുന്നതല്ല, കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്താൽ ഓരോ സ്കൂളിലെ പേര് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അല്ലേ? ഓരോ സ്കൂളിൽ അതുകൊണ്ട് അവിടുത്തെ കോഴ്സ് ഏതാണ് ഒഴിവുള്ളത്, എത്ര വേക്കൻസി ഉണ്ട് എന്ന് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. റെഡി? അപ്പോൾ ഇവിടെ 7 വേക്കൻസി ഉണ്ട്. ഗേൾസ് സ്കൂൾ ആട്ടോ, ഗേൾസ് സ്കൂൾ 7 വേക്കൻസി ഉണ്ട്. ഇനി ഇതുപോലെ ഓരോ സ്കൂൾ നോക്കി കഴിഞ്ഞാൽ അവിടെ 11 വേക്കൻസിയിൽ സ്കൂളുണ്ട്. 11 വേക്കൻസിയിൽ സ്കൂൾ ഏതാ? പിന്നെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈസ്റ്റിൽ കോഴിക്കോട്, അവിടെ ഹിസ്റ്ററി, എക്കണോമിക്സ്, അതായത് പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി ഉള്ള ഹ്യൂമാനിറ്റീസിന് 11 സീറ്റ് അവിടെ അവൈലബിൾ ആണ് അല്ലേ? അപ്പോൾ ഓരോ സീറ്റിൻ്റെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള നിങ്ങളുടെ നാട്ടിൽ കിട്ടാൻ സാധ്യതയുള്ള സ്കൂളുകൾ നോക്കുക, അവിടെ ഏത് കോഴ്സാണ് നോക്കുക, അവിടെ എത്ര സീറ്റ് ഒഴിവുണ്ട് നോക്കുക. അതനുസരിച്ച് നിങ്ങൾ ഓരോ സ്കൂൾ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. അപ്പോൾ സ്കൂളിൽ വേക്കൻസീസ് അധികമുള്ള സ്കൂളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. റെഡി? ഓക്കെ, ഇനി അതുപോലെ തന്നെ എന്താണ്, രാവിലെ അതായത് സപ്ലിമെന്റ് അലോട്ട്മെന്റ് അപേക്ഷകൾ 2024 ജൂലൈ 2 രാവിലെ 10 മണി മുതൽ 2024 ജൂലൈ 4 വൈകിട്ട് 5 മണി വരെ സമർപ്പിക്കാം. ഈ കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആരൊക്കെയാണ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആളുകൾ ആരൊക്കെ, നിലവിലെ അക്കൗണ്ട് തന്നെ അല്ലെങ്കിൽ നിലവിലെ അക്കൗണ്ട് തന്നെ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്ന ആളുകൾ ആരൊക്കെ, ഈ രണ്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എവിടെയും തെറ്റ് സംഭവിക്കാത്ത രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. എന്തെങ്കിലും സംശയം, നിങ്ങൾ ഡൗട്ട് ക്ലിയറൻസ് നമ്മൾ താഴെ നിങ്ങൾക്ക് അറിയാലോ, ആ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക? കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും, നിങ്ങൾ ഇതുവരെ സീറ്റ് കിട്ടാത്തവർക്ക് സീറ്റ് കിട്ടട്ടെ. നിങ്ങളുടെ കൺസേൺ കാര്യങ്ങളൊക്കെ അറിയിക്കുക. നമുക്ക് എന്ത് ചെയ്യാം? വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് കാണാം.